ഹായ് ഹലോ, സുധിനാണേ. ഇന്ന് ഞങ്ങളുള്ളത് കൊണ്ടോട്ടിയാണ്. ശ്രുതിലുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ കൊണ്ടോട്ടി, സ്ഥലപ്പേര് എന്തായിരുന്നു? കുട്ടൂർ. നമ്മുടെ ഏകദേശം എയർപോർട്ടിൻ്റെ ഒക്കെ ബാക്ക് സൈഡായിട്ട് വരും. കറക്റ്റ് ബാക്ക് സൈഡിലായിട്ട് വരും. ആ ഒരു സൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ സൈറ്റ് ഇപ്പോൾ ചെയിൻ ലിങ്കിനെയാണ്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മിക്കവാറും വീഡിയോസ് ചെയ്യുന്നത് ചെയിൻ ലിങ്കിൻ്റെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സ്പെഷ്യാലിറ്റി ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്നത് 4 അടി ചെയിൻ ലിങ്കാണ്. ഒപ്പം ഇവിടെ ഒരു ഷെഡ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഷെഡിൻ്റെ 2 സൈഡ് നമ്മൾ ഒരു സൈഡ് 12 അടിയും ഒരു സൈഡ് 8 അടിയും ചെയിൻ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു VH ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിക്കൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബാക്കിൽ വരുന്ന ഒരു യാർഡാണ്. ഈ മൊത്തമായിട്ട് നമ്മൾ ഫെൻസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കരിങ്കല്ല് കെട്ടുക എന്നത് ഇവിടെ ഓൾറെഡി അവർ ഈ സൈഡിൽ ഒരുപാട് പാറ ഉണ്ടായിരുന്നു. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്തെല്ലാം പാറയാണ്. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാറകളെല്ലാം വെച്ചിട്ട് നല്ല ഹൈറ്റിൽ വലിയൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കെട്ടിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് നല്ല വീതിക്ക് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിൽ വന്നിട്ടുണ്ടായിരുന്ന വർക്കാണ്. അപ്പോൾ പുള്ളിക്ക് മതിൽ കിട്ടുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. അത് പ്രകാരം പുള്ളി ചെയിൻ ലിങ്ക് കാര്യങ്ങളൊക്കെ 2 ഇഞ്ച് സെലക്ട് ചെയ്തു. അത് നമ്മൾ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിരുന്നു. പക്ഷേ ആൾ അത്യാവശ്യം ഈ ഒരു പൗൾട്രി മേഖലയിൽ കുറച്ച് അറിയുന്ന ആളായതുകൊണ്ട് അവർ പറഞ്ഞു 2 ഇഞ്ച് മതി എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇത് ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ അവർ അവിടുന്ന് കൊണ്ടുവരുന്ന കോഴികളെല്ലാം അത് അത്യാവശ്യം വലിയൊരു എക്സ്പോർട്ടിങ് ഉള്ളതാണ് ആൾ. വണ്ടികളൊക്കെ നാളെ ഇപ്പോൾ പെരുന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്ന എല്ലാ ചിക്കനും ഓൾറെഡി ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി അവർക്ക് ഇവിടെ ഒന്ന് ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പിനാണ് യൂണിറ്റാണ്. കാര്യം അവർക്ക് ബാലൻസ് വരുന്ന കോഴികളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഇനി കേജ് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സെൻറ്ററോട് ഒരു പാർട്ടീഷൻ കൊണ്ട് നമ്മൾ ചെയിൻ ലിങ്ക് വെച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് അത് ആദ്യം കുറച്ച് കേജ് ഇറക്കാനുണ്ട്, അല്ലെങ്കിൽ പിന്നെ അത് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് വെച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ വയറോണിൻ്റെ GI ചെയിൻ ലിങ്ക് ആണ്. അത് 2 ഇഞ്ച് 50 mm കള്ളികലത്തിലുള്ള 12 ഗേജ് 4 അടി ഹൈറ്റ് ഇവിടെയും മുകളിൽ 12 അടിയും ഒരു സൈഡിൽ 8 അടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൊത്തം ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും നമുക്ക്? അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു താഴെ നമ്മുടെ ഈ ഒരു ചെയിൻ ലിങ്ക് മാത്രം, അതായത് ബൗണ്ടറി ഈ GI പൈപ്പ് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 110 to 115 മീറ്ററിൻ്റെ ഇടയിലുണ്ട്. ബൗണ്ടറി മാത്രം? അതെ, ഇത് മാത്രം ബൗണ്ടറി മാത്രം, സ്ഥലത്തിൻ്റെ ബൗണ്ടറി മാത്രം. പിന്നെ നമ്മുടെ ഒരു ഷെഡ് ഏകദേശം വന്നിട്ട് ഒരു 40 മീറ്റേഴ്സിൻ്റെ ഉള്ളിലാണുള്ളത്. അത് ത്രൂ ഔട്ട് നമ്മൾ സൈഡ് ഇനിയിപ്പോൾ 2 സൈഡ് കവർ ചെയ്യാണ്ട് അത് നമ്മൾ ആ കേജ് വെച്ചതിന് ശേഷം മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. അതിലിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കാലുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടാറ്റയുടെ GI പൈപ്പ് തന്നെയാണ്. അപ്പോൾ കാല് ഉറപ്പിച്ചതിൽ നമ്മൾ ഇന്നേ ദിവസം ഒരു റീൽസും കൂടെ നമ്മുടെ ഇൻസ്റ്റയിൽ, അതായത് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ റീൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ബെൽറ്റ് ഉണ്ടായിരുന്നു. ബെൽറ്റിന് മുകളിൽ 4 ഇഞ്ചിൻ്റെ MS പ്ലേറ്റ്, നമ്മളെ കോച്ച് സ്ക്രൂ ഉണ്ട്, അതായത് ആങ്കർ ബോൾട്ട് ഉണ്ട്. ആങ്കർ ബോൾട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്തിട്ടാണ് പൈപ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ ഈ പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ റസ്റ്റ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ അപ്പോക്സി പ്രൈമർ എല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്ത് കാണുന്ന ഭാഗത്തും നമ്മൾ മെറ്റൽ അപ്പോക്സി പ്രൈമർ കോട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എല്ലാ മെറ്റീരിയലും വന്നിട്ട് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എല്ലാ സൈറ്റിലും ചെയ്യാറ്. പ്രത്യേകം ഞങ്ങൾ പറയുന്നില്ല, എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഒപ്പം നമുക്ക് കഴിഞ്ഞ വീക്കിലെ കുറച്ച് വർക്കുകൾ മോശമല്ല, ഒരാഴ്ച പെൻഡിങ് ആയിപ്പോയി. കാരണം ഇത് ആക്ച്വലി ഒരു 2 ആഴ്ചത്തോളമായിട്ട് നമ്മൾ പോസ്റ്റ് ഉറപ്പിച്ച് വെച്ചിരുന്നു. അറിയാമല്ലോ, ഒരാഴ്ചയായിട്ട് ഒരു 10 ദിവസമായിട്ട് ഓൾമോസ്റ്റ് നല്ല മഴയായിരുന്നു. എല്ലാ വർക്ക്സും പെൻഡിങ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് എത്തിയത്. അവിടെ ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. അവിടെയും മഴയാണ്. മഴ ആയതുകൊണ്ടാണ് നമുക്കെല്ലാം പെൻഡിങ് ആയത്. നമുക്കൊരു പരിധി കൂടുതൽ മഴ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നീങ്ങില്ല. പ്രത്യേകിച്ച് നമ്മളുടെ വർക്ക് ചെയ്യുന്ന സൈറ്റുകളല്ല. അപ്പോൾ ഇതുപോലെ അത്ര ഫിനിഷിംഗ് ആയിട്ടുള്ള സൈറ്റുകൾ കിട്ടിക്കണമെന്നില്ല. അതുപോലെ നമ്മൾ പല സൈറ്റുകളും ഇപ്പോൾ നിലമ്പൂർ മുള്ളുകമ്പിയുടെ വർക്ക് ചെയ്തു, അത് നമ്മൾ റീൽസ് ഇട്ടായിരുന്നു, ഒരു ഫുൾ വീഡിയോ ചെയ്തില്ല. അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് മിസ്സായതുണ്ട്. കാര്യം നമുക്ക് അതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിയാത്തത് കൊണ്ടാണ് നമ്മളത് ഒഴിവാക്കുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോസ് ഓരോ സൈറ്റിലും നമ്മൾ എത്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണും എന്നുള്ളതും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ഇന്നത്തെ ഈ 106 മീറ്ററാണ്. 110 മീറ്റർ ഓൾമോസ്റ്റ് നമുക്ക് 4 അടിയും അതുപോലെ തന്നെ ഒരു ഏകദേശം 40-50 മീറ്ററോളം ഏകദേശം നമുക്ക് ഈ 12 അടിയും 8 അടിയും വന്നിട്ടുണ്ട്. കുറേ ദിവസമായി എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോർട്സും കാര്യങ്ങളും ചെയ്തു നല്ലത്. കാരണം എത്തിയായിരുന്നില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മൾ വർക്കേഴ്സിന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പോയി 2-3 സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ആ ഒരു കണ്ടീഷൻ ആയിരുന്നു കുറച്ചായിട്ട്. അതെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓൺ ഗോയിങ് അല്ല, നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന 4-5 വർക്ക്, വലിയ വർക്കുകൾ തന്നെ നമുക്ക് നടക്കുന്നുണ്ട്. കാര്യം
അതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മളുടെ ലാൻസറിന്റെ വർക്ക് അവിടെ ഓൺ ഗോയിങ് ആണ്. നമ്മൾ ഫൗണ്ടേഷൻ കൂടി നമ്മളെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ഒരു മാസമായി നമ്മൾ വർക്ക് സ്റ്റാർട്ട്. മഴ ആയതുകൊണ്ട് ഒരു 5 ദിവസം നമുക്ക് വർക്ക് കുറച്ച് നല്ലൊരു വർക്കായിരിക്കും. കാരണം നമ്മൾ കുറച്ച് നല്ല രീതിയിലാണ് ഫൗണ്ടേഷൻ ചെയ്ത് അതിന്റെ അകത്ത് പില്ലേഴ്സ് 6 അടി ഹൈറ്റിൽ നമ്മൾ 2 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്സ് ഉപയോഗിച്ചിട്ട് അത് സ്പെസിഫിക്കേഷൻ അപ്പോൾ പറയാം. ഒരു പ്രോപ്പർ ആയിട്ട് വീഡിയോസിൽ കുറച്ച് കസ്റ്റമർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പുള്ളിക്ക് നമ്മളോട് എല്ലാ അഭിപ്രായങ്ങളും ചോദിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഡ്രോയിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വർക്കിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് നടക്കുന്ന സൈറ്റുകൾ ഇപ്പോൾ കട്ടപ്പന ഇടുക്കിയിൽ നമ്മുടെ കുമളിക്ക് അടുത്ത് ഒരു വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അടുത്തൊരു വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വഴിയെ നമ്മൾ മാക്സിമം വീഡിയോസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. മഴ വല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സൈറ്റ് വന്ന് നോക്കിയിട്ട് ഏകദേശം 10 ദിവസത്തിൽ കൂടുതലായി. നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് കോൺക്രീറ്റ് പോസ്റ്റ് ഉറപ്പിച്ചിട്ട് ഓൾമോസ്റ്റ് 10 ദിവസത്തിൽ കൂടുതലായി. കാരണം വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ നാളെ പെരുന്നാളാണ്. അപ്പോൾ കസ്റ്റമർ ചോദിച്ചായിരുന്നു ഒന്ന് ചെയ്യണോ എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇന്നും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഇനിയിപ്പോൾ വയനാട് 2 സൈറ്റുകളുണ്ട്. അവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ സാറ് ഒരു കാര്യം അറിയേണ്ട, ഞങ്ങൾ ഫുൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരിട്ട് എത്തിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും നമ്മുടെ വീഡിയോ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. ഓക്കെ. ഇവിടെ നോർമലി ചെയ്യുന്ന രീതിയിൽ 2.5 മീറ്ററാണ് കാല് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഫുൾ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ സംസാരിക്കുന്നതിനിടയിൽ തന്നെ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു പകുതി ആയപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് എത്തിയാണ്. ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ഫുൾ വീഡിയോസ് നമ്മൾ കളക്ട് ചെയ്യാൻ പറ്റുന്നത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, അവിടെ നമ്മുടെ 8 അടിയുടെ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എല്ലാ കോർണേഴ്സിലും കുറച്ച് ആ ഭാഗങ്ങളിലോ കുറച്ച് എന്താ പറയുക സപ്പോർട്ടുകൾ അധികം വന്നു. കാരണം വെച്ചാൽ ബെൽറ്റ് കൊടുത്തിട്ടുള്ള കുറച്ച് ബെൻഡായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാലുകൾ ഈ പ്ലേറ്റിൻ്റെ മുകളിലായതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്നാലും കാല് പറഞ്ഞു പോരും. കാര്യം ചെയിൻ ലിങ്കിനുള്ള പ്രത്യേകത എപ്പോഴും പറയുന്നതാണ് ഞാൻ. കാരണം വെച്ചാൽ ചെയിൻ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു മിനിമം സ്ട്രെങ്ത് ഉണ്ട്. അതായത് ഒരു 3 പേര് നിന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാല് പറഞ്ഞു പോരാതിരിക്കാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ കാല് ഫിക്സ് ചെയ്യുന്നത്. അത് ഏത് കാലാണെച്ചാലും കോൺക്രീറ്റ് കാലാണെച്ചാലും GI പൈപ്പ് ആണെച്ചാലും. അപ്പോൾ ആ രീതിയിലേ നമുക്കത് ചെയ്യാനും കഴിയുള്ളൂ. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ടാറ്റ വയറോണിൻ്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ടാറ്റ സ്ട്രക്ചറുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് മാക്സിമം ചെയ്യാൻ കഴിയാത്തത്. കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. എന്തായാലും കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോ നിരൂപിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് സൈറ്റ് മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ഏരിയ. നമുക്കൊരു ഏകദേശം ഒരു 4-5 മീറ്റർ ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ. കാര്യം നമ്മൾ കൂടുതൽ കൊടുത്തായിരുന്നു, പക്ഷേ അതെന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വന്നതാണ്. അതിന് അതിൻ്റെ ഈ ഒരു ഷെഡിൻ്റെ സെൻറ്ററിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒന്നിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അതെ, ഓൾമോസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞു. വേറൊരു സൈറ്റാണെന്ന് മാത്രം. അതെ. അപ്പോൾ അങ്ങനെ കൊണ്ടോട്ടിയുള്ള ചെറിയൊരു സൈറ്റിലെ അപ്ഡേഷൻസാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അപ്പോൾ സാർ എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് എത്തിയത്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഞങ്ങളെ മെറ്റീരിയൽ എങ്ങനെയുണ്ട്, എല്ലാം നോക്കിയോ എങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരുന്നു. മെറ്റീരിയൽ കുഴപ്പമില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടാണ് ഞാനിവിടെ ഈ കോയിൻ്റെ ഒരു ഫോമിൻ്റെ സെഡ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അതും വേണം, പിന്നെ ഒരു കമ്പി വേലിയും വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കണ്ടു, കുഴപ്പമൊന്നുമില്ല. വിളിച്ച് അന്ന് തന്നെ ഞാൻ അതൊക്കെ വന്ന് ഒക്കെ സൈറ്റ് നോക്കി എല്ലാം റേറ്റൊക്കെ ഉറപ്പിച്ച് ഒക്കെ ചെയ്തു തന്നു. സംഗതിയൊക്കെ സാറാ കുഴപ്പമില്ല. മെറ്റീരിയലിൻ്റെ ഒക്കെ കൺഫേം വരുത്തിയില്ലേ? പെട്ടെന്ന് പരിപാടി കഴിയും. അതെ അതെ, കുഴപ്പമില്ല. എല്ലാം ടാറ്റയുടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം ടാറ്റ ഞാൻ നോക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ ഒക്കെ നോക്കിയിരുന്നു. ടാറ്റൻ്റെ ആണ്. അപ്പോൾ കാലായാലും നെറ്റായാലും ഒക്കെ ടാറ്റൻ്റെ ആണ്. കുഴപ്പമില്ല. അപ്പോൾ ഇനി സാർ എന്തെങ്കിലും ഇനി ഇതിൻ്റെ സർവീസോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ തീർച്ചയായും വിളിക്കണം. ഞങ്ങൾക്ക് ഇതിന് ഓൾറെഡി നമ്മൾ എന്തെങ്കിലും മരങ്ങളോ വീഴൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആ തെങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, നമ്മൾ ലേബർ വിട്ടിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു ചെറിയ വർക്ക് ഉണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും ഇതിൻ്റെ പാർട്ടീഷനും നമുക്ക് ചെയ്യാനല്ലോ. അപ്പോൾ ആ സമയത്ത് നോക്കിയിട്ട് ക്ലബ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ വേറെ നോക്കണ്ടല്ലോ. ആയിക്കോട്ടെ. അപ്പോൾ ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കണം. ഓക്കെ.